അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കവണക്കല്ല് ഏരിയയിലുള്ള അതായത് നമ്മുടെ കവണക്കല്ല് ഊർക്കടവ് പാലത്തിൽ മീൻപിടുത്തം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി നോക്കുകയാണ്. സംഭവം ചെറിയ ചാറ്റൽ മഴയും മറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുറപ്പാടുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ വളയിൽ ഭാഗത്താണ് എത്തിയിട്ടുള്ളത് കേട്ടോ. ചെറിയ പറമ്പ് എന്ന സ്ഥലത്താണുള്ളത്. നമുക്കിനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇടവണ്ണപ്പാറ, കൊണ്ടോട്ടി എല്ലാവർക്കൊക്കെ എത്താനുള്ള റൂട്ടുകളും മറ്റൊക്കെയാണ് നമുക്ക് കാണുന്നത്. ചെറിയ അങ്ങാടി, ചെറിയ കാഴ്ചകൾ, വളരെ വിപുലമായ കാഴ്ചകളൊന്നുമില്ല. ആളുകൾ വളരെ സ്പീഡിലും മറ്റൊക്കെ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫുള്ള് വളവും തിരിവും മാത്രമാണ് ഈ റൂട്ടിൽ കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് KKM ഹയർ സെക്കൻഡറി സ്കൂൾ ചീക്കോടിൻ്റെ മുന്നിലാട്ടോ. ചീക്കോടിൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് പോകുന്ന തിരക്കാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഇടവണ്ണപ്പാറ ടൗണിലാട്ടോ. ഇടവണ്ണപ്പാറ ടൗൺ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ടൗണാണ്, ബട്ട് പവർഫുൾ എന്ന് പറയാം. നമുക്ക് ഈ ടൗണിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ടൗണിനെ പറ്റി അറിയുന്നവരൊക്കെ കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ പറയട്ടോ. നമുക്ക് ഈ ടൗണിനെ പറ്റിയൊന്നും വലിയ അറിവുകളൊന്നുമില്ല, അതുകൊണ്ട് അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞില്ല. അപ്പോൾ നമുക്കിവിടെ ഫറൂഖ് കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നീ റോഡുകളൊക്കെ മറ്റൊക്കെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വലത്തോട്ടാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. നമ്മുടെ പാലം ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ആക്കോട് ഇസ്ലാമിക് സെൻറ്റർ, ഇതാണ് നമ്മുടെ പാലം കേട്ടോ. കവണക്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജ്, അതായത് ഊർക്കടവ് പാലം എന്നാണ് ഞങ്ങളൊക്കെ മലയാളത്തിൽ അങ്ങോട്ട് പറയുന്നത്. സംഭവം മഴയുടെ ഒരു ചെറിയൊരു വൈബൊക്കെ ഉള്ളതുകൊണ്ട് മീൻ പിടിക്കുന്ന ആളുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒരു പുതിയ വീഡിയോ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കവണക്കല്ല്, അതായത് ഊർക്കടവ് പാലത്തിൻ്റെ മുകളിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ആളുകൾ മീൻ പിടിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നാട്ടോ. അപ്പോൾ മീൻ പിടുത്തം ഭയങ്കര കുശലായിട്ട് ഭയങ്കര തകൃതിയായിട്ട് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ചെറിയൊരു മയക്കോളും മറ്റൊക്കെ കാണുന്നുണ്ട്. നമുക്ക് മേഘങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ചെറിയ തോതിലല്ല, നല്ല രീതിയിൽ തന്നെ ഒരു അടിപൊളി മഴ വരാൻ സാധ്യതയുണ്ട്. ഇത്രയും വലകൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെ കൈ നനയാതെ എങ്ങനെ മീൻ പിടിക്കാം എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് ഊർക്കടവ് പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിശക്തമായിട്ടുള്ള വെള്ളമാണ് നമുക്ക് കാണുന്നത്. ഇനി അങ്ങോട്ട് പോകുന്തോറും നമുക്ക് പ്രകൃതിയുടെ മായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാലും ഇതേ പ്രകൃതിയുടെ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക കേട്ടോ. ഭയങ്കര ഫോഴ്സിലുള്ള വെള്ളമാണ് നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും കാണാൻ കഴിയുന്നത് കേട്ടോ. ഇനി അവിടെ കുറച്ച് ആളുകൾ മീൻ പിടിക്കുന്നുണ്ട് ആ ഏരിയയിലായിട്ട്. നമുക്കിനി അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടോ. ഇവിടെ കുറച്ച് ആളുകൾ മീൻ പിടിച്ചിട്ടുണ്ട്. 1.5 കിലോ മീനൊക്കെ ഇവിടെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് മഴ പെയ്യുന്ന ദിവസമായതുകൊണ്ട് മീൻ കിട്ടില്ല എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. വാങ്ങാനൊക്കെ ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കവണക്കല്ലിലെ ഇപ്പോഴത്തെ അന്തരീക്ഷം ഇതാണ് കേട്ടോ. നല്ല മഴ പെയ്യാനുള്ള നല്ലൊരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കവണക്കല്ല് എന്ന് പറയുന്ന ഈ മനോഹരമായിട്ടുള്ള പ്രദേശത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കൂടെ ജംഷീദാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ജംഷീദ് ഇന്ന് ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോൾ വന്നാണ്. നമ്മുടെ പ്രകൃതിയുടെ മായ കാഴ്ചകൾ നിങ്ങളുടെ ഉള്ളിലോട്ട് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് നമുക്കുള്ളത് കേട്ടോ. നിങ്ങളെ പേരെന്തേനി? എൻ്റെ പേര് അപ്പുകുട്ടൻ. എപ്പോൾ പിടിച്ചാണ് ഈ മീൻ? ഇപ്പോൾ പിടിച്ചാണല്ലേ. എത്ര കിലോ വരുന്നുണ്ട് ഈ മീൻ? 1.5 കിലോ വരുന്നുണ്ടല്ലേ. ഇത് മാർക്കറ്റിൽ വിൽക്കുകയാണെങ്കിൽ എത്ര രൂപ കിട്ടും നിങ്ങൾക്ക്? മാർക്കറ്റിൽ നമ്മൾ നമ്മളൊരു മാർക്കറ്റായിട്ട് കൊടുക്കുകയാണ്, കുറച്ച് വിലക്ക് നമ്മൾ കൊടുക്കണം. കുറഞ്ഞ വിലക്ക് കൊടുക്കുകയാണല്ലേ. ഓക്കെ. നിങ്ങൾ ഡെയിലി ഇവിടെ? ഡെയിലി നമ്മൾ ഉണ്ടാവും. നമ്മളൊരു 10 പേരുണ്ടാവും. ഇന്ന് ഭയങ്കര ആള് കുറവുണ്ടല്ലോ ഇവിടെ. ആള് കുറവാണ്, മീനില്ല. അതുകൊണ്ടാണ് മീനില്ല അല്ലേ? അതെന്താണ് മീൻ വരുന്നതിന് പ്രത്യേക സമയം എന്തെങ്കിലും ഉണ്ടോ? അത് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഇല്ലല്ലേ. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ മീനെ മുകളിൽ ചാടുന്ന മീന് താഴത്തേക്ക് വന്ന് അതിങ്ങനെ വലയൊക്കെ ചാടി അങ്ങനെ പിടിക്കുന്നത്, അങ്ങനെ വരുന്നല്ലേ. ഓക്കെ. അപ്പോൾ ഇതാണ് ഏത് മീനത് കേട്ടോ ഒന്ന് പറയോ? ഈ മീൻ പുല്ലെന്ന് പറയും. പുല്ലല്ലേ. ഇതാണ് ഇത് കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതാണ്.
ഇതിൽ മുകളിൽ വളർത്തല്ല അവർ കുഞ്ഞുങ്ങളെ കൊണ്ടിരുന്നാലും കൊണ്ടുവന്ന് ചാലിയാറിൽ. നിങ്ങളെ വീട് ഇവിടെ തന്നെ അവിടെ തന്നെ ഉൾക്കട ഭാഗം. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി എത്ര കിലോ മീൻ വരെ വെച്ച് കിട്ടും? നമുക്ക് ഡെയിലി അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ 2 കിലോ ഉണ്ടാവും, ചിലപ്പോൾ 3 കിലോ കിട്ടും, ചിലപ്പോൾ 5 കിലോ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കിട്ടിയ എത്ര കിലോ? കൂടുതൽ ഒരു 5-6 കിലോ വരെ കിട്ടിയിട്ടുള്ളൂ. അല്ല നാളിപ്പോൾ ആരോ പറഞ്ഞിട്ട് 20 കിലോ വരെ കിട്ടി. അത് എല്ലാവർക്കും കൂടി മൊത്തമുള്ള കിട്ടുന്ന 10 പേർക്ക് ഒന്നായിട്ട് കിട്ടുന്ന ഒരു കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാണ്. അങ്ങനെ പറഞ്ഞല്ല, അത് ഒരാൾക്ക് കിട്ടുന്നതല്ല പറയും. ഇവിടെ മീൻ കിട്ടാത്ത സമയങ്ങളിൽ ചില അതുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ ഈ മഴ ആയിട്ട് ഇപ്പോൾ ഈ വെള്ളപ്പൊക്കമൊക്കെ ആയിട്ട് കിട്ടുന്ന ഒരു മീനുകളാണ്. അല്ലാതെ ചിലപ്പോൾ വേലൊന്നും വരുമ്പോൾ അങ്ങനെ മീനൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളെ തൊഴിലിനായിട്ട് പോകും. എൻ്റെ പേര് ശ്രീനു. നിങ്ങളിപ്പോൾ ഒരു 1-2 കിലോ മീനായിട്ട് ഇപ്പോൾ പോയല്ലേ? അതെ, കച്ചവടമില്ലേ? അപ്പോൾ നിങ്ങളിവിടെ ഡെയിലി മീൻ പിടിക്കാൻ വരുന്നത്? അതെ, ഇതന്നെയാണ് ഉപജീവന മാർഗം. ഇതന്നെയാണ് ഉപജീവന മാർഗം അല്ലേ? ഇത് ചാലിയാറാണ്. ചാലിയാർപ്പുഴയാണ്. അതായത് നീളം കൊണ്ട് വീതി കൊണ്ട് 3ാം സ്ഥാനം, കേരളത്തിൽ 3ാം സ്ഥാനം. ഭാരതപ്പുഴ പെരിയാറും വീതി കൊണ്ട് ഭാരതപ്പുഴ നീളം കൊണ്ട് പെരിയാറും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശുദ്ധജല തടാകം അല്ല പുഴ തന്നെ പറയാം. അതുകൊണ്ട് ഒരു ഒട്ടേറെ മുകളിൽ ഇറിഗേഷൻ പരിപാടി മുകളിലുണ്ട്. ഇംഫ്രണ്ട് തൊട്ടടുത്തുണ്ട്. മേലെ PGD മാവൂര്. ഏതൊക്കെ മീനപ്പോൾ ഇതിൽ നിന്ന് കിട്ടാറുള്ളത്? ചെമ്പല്ലി, കോര, പൂമീൻ, കട്ടില, ചാലൻ, പുല്ലുണ്ട് എന്നൊന്നല്ല. പൂമീന് വർഗത്തിൽപ്പെട്ടതാണ്. പക്ഷെ ഇത്തിരി മുള്ളുള്ളതേ ഉള്ളൂ. പൂമീനല്ല, അതാ സൈസ് അതേ മതി. പൂമീനുണ്ട്. കട്ടില പറഞ്ഞിട്ടുണ്ട്. കട്ടിലുണ്ട്, രോഹു ഉണ്ട്, ഷാർപ്പ് വരും. ഷാർപ്പുണ്ടാവും. പിന്നെ ഷട്ടറൊക്കെ വേലക്കാലം ഉണ്ടെങ്കിലും ഷട്ടർ ഫുള്ള് അടക്കും. അപ്പൊ ഇരുമീനായി മാലാന്. പിന്നെ വെത്തല് മാതിരിയുള്ള മറല്ലേ, അതെല്ലാം വരും. പിന്നെ മഞ്ഞക്കൂരി കിട്ടും. ഈ നല്ല കലക്കുള്ള സമയത്ത് മഞ്ഞക്കൂരി കിട്ടും. വാള കിട്ടും. പക്ഷേ ഞാൻ പൊതുവെ ഇവിടെ നല്ല ആളുണ്ടാകുന്നത് മീൻ പിടിക്കാനൊക്കെ അല്ലേ? ധാരാളം ആളുണ്ട്. പക്ഷെ മീൻ കുറവായതുകൊണ്ടാണ് ആളുകളൊന്നും കാണാത്തത്. അപ്പോൾ ഇന്ന് മീൻ വളരെ കുറവായത് കാരണമാണ് ഇവിടെ ആളുകളൊന്നും ഇല്ലാത്തത്. പക്ഷേ മീൻ ഉണ്ടാകുമ്പോൾ ഇവിടെ എന്തായാലും ഒരുപാട് ആളുകളുണ്ടാവും. സംഭവം നമ്മൾ എവിടെ പോയാലും ഗുദാ ഗവാറിനായിരുന്നു ഒരു പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ പിടിച്ചാൽ കാണാൻ പോയപ്പോൾ മീൻ കിട്ടൂല, അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോയാലും നമുക്ക് മീൻ കിട്ടൂല എന്നുള്ള അവസ്ഥയിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പോകുന്നത് കേട്ടോ. അക്കട പാലത്തിൽ നിന്നും ഞാനും മുജീബ് ഇല്ലിയനോടൊപ്പം ജംഷീദ് കീശേരി കേട്ടോ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കവണക്കല്ല്. അത് ഊർക്കടവ് പാലത്തിൻ്റെ അടിയിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഈ നയന മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. ഇവിടെ മീൻ പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര രസമായിരിക്കും. നിങ്ങൾ ആ വീക്കെൻഡിലൊക്കെ വന്നിട്ട് മീൻ പിടിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് 1 കിലോ മീനോ അല്ലെങ്കിൽ 2 കിലോ മീനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലോട്ട് പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കവണക്കല്ല് ബ്രിഡ്ജിലെ കാഴ്ചകൾ കേട്ടോ. നല്ല കിഡിലൻ വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു രക്ഷയില്ല. അവിടെ ഒരുപാട് വലകൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ആ വലകളിലൊന്നും മീൻ കിട്ടിയിട്ടില്ല കേട്ടോ. തരാം മീനുകൾ ഇതുവരെ കിട്ടിയിട്ടില്ല. ആളുകളൊക്കെ വെറുതെ ആ മീൻ പിടിക്കുന്നത് കാണാനും മറ്റായിട്ട് വൈകി വരുന്നുണ്ട്. പക്ഷേ ആളുകൾക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാനും വന്നു, ഒരുപാട് ആളുകളവിടെ വരച്ചിട്ടുണ്ട്. സത്യത്തിൽ നല്ല വേനലിൻ്റെ സമയത്ത് വന്നു കഴിഞ്ഞാലാണ്, അതായത് ഈ മഴക്കാലത്ത് തന്നെ കുറച്ച് തെളിച്ചുള്ള അതിൽ ചെറിയ മീനൊക്കെ ചാടുന്നുണ്ട് തോന്നുന്നു അവിടെ. അപ്പോൾ നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.